നമസ്കാരം. പതിരും കതിരും. യമുനാ നദിയിൽ ജീവിച്ചിരുന്ന അഷ്ടനാഗങ്ങളിൽ ഉൾപ്പെട്ട ഉഗ്രസർപ്പമാണ് കാളിയൻ. കശ്യപന് കദ്രുവിൽ ജനിച്ച കുട്ടി. കശ്യപന് വിനതയിലും ഒരു കുട്ടി ജനിച്ചു. അതാണ് ഗരുഡൻ. തരം കിട്ടിയ രണ്ടും തമ്മിൽ കൊത്തും. അഷ്ടമിയിലും ചതുർദശിയിലും കറുത്തപാവിനും തങ്ങൾക്ക് കിട്ടുന്ന ബലി ഗരുഡന് കൊടുക്കാമെന്ന ഉറപ്പിന്മേൽ ഗരുഡൻ നാഗങ്ങളുമായി സന്ധി ചെയ്തു. എന്നാൽ കാളിയൻ മാത്രം അതിന് സമ്മതിച്ചില്ല. അതോടെ അവർ തമ്മിൽ കടുത്ത ശത്രുതയായി. കഥ നീട്ടുന്നില്ല. കടമ്പുമരത്തിൽ കയറി യമുനയിലേക്ക് ചാടിയ കൃഷ്ണൻ കാളിയൻ്റെ തലയിൽ കയറി ഒരു കുച്ചിപ്പുടി അങ്ങ് നടത്തി. അതോടെ കാളിയൻ സ്ഥലം വിട്ടു. പീലിത്തിരുമുടി ചാർത്തി കയ്യിലൊരു ഓടക്കുഴലും പിടിച്ച് മന്ത്രി MP രാജേഷ് കാളിയനായ സന്ദീപിൻ്റെ തലയിൽ കയറി നൃത്തം വയ്ക്കുന്ന രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആദ്യ കാലിന് തന്നെ ചോര വരും. സന്ദീപ് കാളിയനാണെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞപ്പോൾ കാതിൽ മുഴങ്ങിയത് വിഷം കൊട്ടും വിഷം എന്ന ഡബിൾ എ റഹീമിൻ്റെ വടകരയിലെ കഥാപ്രസംഗമാണ്. ഇവർക്ക് വിഷം വിട്ടൊരു കളിയേയില്ല. ഏത് കൊടും വിഷവും AKG സെൻറ്ററിൽ ചെന്ന് അഭയം തേടിയാൽ അവരുടെ വിഷമെല്ലാം മാറി സിരകളിൽ കരിക്കിൻ വെള്ളം നിറയാൻ തുടങ്ങും. കാളകൂടം പനിനീരാകും. കാളിയ വിഷവുമായി BJPയിൽ കഴിഞ്ഞിരുന്ന സന്ദീപിനെ കോൺഗ്രസ്സുകാർ വിഷപ്പല്ല് പറിച്ച് സ്വീകരിച്ചെങ്കിലും നെറുകയിലെ വിഷമിറക്കാൻ കുടപ്പനയ്ക്കലെ തങ്ങളുടെ പുരയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചില്ലറ പ്രയോഗങ്ങളൊക്കെ നടത്തിയതോടെ സന്ദീപ് സർവശുദ്ധനായ ഒരു വാര്യരുകുട്ടിയായി മാറി. ഇതൊക്കെ കാണുമ്പോൾ സുരേന്ദ്രനുള്ളതിനേക്കാൾ കലിയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. ബാലാനാം രോദനം എന്ന് പറയും പോലെ ബാലേട്ടൻ വഴുതിപ്പോയ വാര്യരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. KPCC ARSSന്റെ ക്യാമ്പായി മാറിയെന്നാണ് ബാലൻ സഖാവ് പറയുന്നത്. സന്ദീപ് വന്നാൽ ഞങ്ങൾ പൊന്നുപോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് MP രാജേഷ് ഇപ്പോൾ പറയുന്നത് വാര്യര് വർഗീയതയുടെ കാളിയനാണെന്നാണ്. ഈ കാളിയനെയാണ് രാജേഷും ബാലനും കൂടി സ്വീകരിക്കാൻ കതിനയും നിറച്ച് കാത്തിരുന്നത്. CPMലേക്ക് വരുന്ന മറുകണ്ഠം ചാടികളെ അവർ സംസ്കരിച്ചെടുത്താണ് ഉപയോഗിക്കാറുള്ളത്. അതിന് ഒരു ദിവസം മുതൽ ചിലപ്പോൾ 1.5 മാസം വരെ എടുത്തേക്കും. BJPയിൽ നിന്നും വരുന്നവരെ കോൺഗ്രസ് സംസ്കരിച്ചെടുക്കുന്നത് പാണക്കാട്ടേക്ക് വിട്ടാണ്. അവിടെ വെള്ളമോതി ഒഴിച്ചാൽ വർഗീയത പമ്പ കടക്കും. സന്ദീപ് ജിയുടെ കയ്യിൽ കെട്ടിയിരുന്ന മാരക മന്ത്ര ചരടുകളൊക്കെ പറിച്ചു മാറ്റിയിട്ടാണ് തങ്ങളെ കാണാൻ പോയത്. കോൺഗ്രസിന് അങ്ങനെ നേരിട്ട് ആരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗിൻ്റെ അനുജ്ഞ വേണം. അവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പ്രവേശനം സാധ്യമാകൂ. ബാലൻ തങ്ങളുടെ പ്രത്യയശാസ്ത്ര മികവിനെപ്പറ്റിയും ഗോവിന്ദൻ പാർട്ടിയുടെ നയത്തെപ്പറ്റിയുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മാർക്സിൻ്റെ ലണ്ടനിലെ കോൺക്രീറ്റ് പ്രതിമ വരെ രോമാഞ്ചം കൊള്ളുകയാണ്. ഈ രാഹുലിന് പിന്നാലെ സന്ദീപും കൂടി നാളെ നിയമസഭയിലേക്ക് വന്നാലുള്ള അനുഭവം ഒന്ന് ഓർത്തു നോക്കുക. അതൊക്കെ ഓർത്തോർത്ത് ഇരിക്കപ്പുറതി ഇല്ലാതായിരിക്കുകയാണ് ഗോവിന്ദനും ബാലനുമൊക്കെ. BJPയിൽ നിന്നും ഭീമൻ രഘുവും രാജസേനനുമൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ഒരു ഏങ്കോണിച്ച ചിരി ചിരിച്ചയാളാണ് സുരേന്ദ്രൻ. സന്ദീപിന് കിട്ടാൻ പോകുന്ന വലിയ കസേരയെപ്പറ്റി ഓർത്തപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലായി സുരേന്ദ്രൻ. ദ്രോണാചാര്യരെ ബ്രോണനാക്കിയ അനിൽ ആന്റണിയും മുരളിച്ചേട്ടനെ ഓർത്ത് നിത്യവും വിതുമ്പുന്ന പത്മജയും BJPയിലെത്തിയതുകൊണ്ട് എന്തെങ്കിലും ഗുണം അവർക്കുണ്ടായോ? രക്തം ഇരച്ചു കയറിയ മോന്തയുമായി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സന്ദീപിനെ പേടിച്ച് CPM ചാവേറുകൾ ഓടിയ വഴിക്ക് പുല്ലില്ലായിരുന്നു. റഹീമൊക്കെ ഇരുന്ന ഇരിപ്പിൽ ചത്തുപോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു സംശയമുള്ളത് ജയരാജനെ പിടിച്ച് പാർട്ടി വലുതാക്കാൻ പോയ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയും പാലക്കാട് എടുക്കാൻ പോയ സുരേഷ് ഗോപി ഒന്നും സന്ദീപ് വാര്യരുടെ നോവ് മാറ്റാൻ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്? സന്ദീപ് ആണെങ്കിൽ സുരേഷ് ചേട്ടനെ പൊക്കാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടായിരുന്നില്ല. സന്ദീപിൻ്റെ പാത പിന്തുടർന്ന് സകല വർഗീയവാദികളും കോൺഗ്രസിലെത്തുകയും തങ്ങളെ പോയി കണ്ട് മതനിരപേക്ഷരാവുകയും ചെയ്താൽ വർഗീയത നയത്തിന് വിറ്റ് ജീവിക്കുന്ന ഈ മാർക്സിസ്റ്റുകാരുടെ ഗതി എന്താകും? എങ്ങനെ ഗോവിന്ദൻ ഈ പാർട്ടി നടത്തിക്കൊണ്ടു പോകും?